10 വർഷം മുതൽ 28 വർഷം വരെ പ്രായമുള്ള 100-ലേറെ മരങ്ങൾ. ഇവയ്ക്ക് 5.5 ഏക്കർ സ്ഥലം വേണ്ടിടത്താണ് പ്രദീപ് ശർമ്മ തൻ്റെ 9.5 സെന്റിൽ വീട് കഴിഞ്ഞുള്ള ബാക്കി സ്ഥലത്ത് ചെടികൾക്ക് വാസം കണ്ടെത്തിയത്. കൃഷിയോടുള്ള താല്പര്യമാണ് പ്രദീപിനെ ബോൺസായിലേക്ക് അടുപ്പിച്ചത്. മരങ്ങൾ കണ്ടെത്തി പ്രദീപ് തന്നെയാണ് ബോൺസായി ആക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മരങ്ങളിലൊന്നായ ആഫ്രിക്കൻ ഇനം ബോബാബും ഹോളിഹോക്കുമാണ് ഇവിടുത്തെ പ്രധാന താരം. തൃശ്ശൂർ പൂരത്തിന് എക്സിബിഷനൊക്കെ പോയപ്പോൾ അവിടെ ബോൺസായി ചെടികൾ കണ്ടിട്ടാണ് ആദ്യം നമ്മളൊരു ബോൺസായി എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ ഒരു കലയാണ് ശരിക്കും ബോൺസായി എന്ന് പറഞ്ഞൊരു കലയാണ്. അപ്പോൾ ഈ ചെടികളെല്ലാം നമ്മൾ താഴ്ത്തു വയ്ക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 10 ഏക്കർ സ്ഥലം വേണം. ക്ഷേത്രങ്ങളുടെ ഫ്രണ്ടിലും ഒക്കെ പേരാലോ അറിയാലൊക്കെ കാണാം. അതൊരു 3, 4, 5 സെൻറ്റ് സ്ഥലത്ത് കവർ ചെയ്തിട്ടാണ് ആ ഒരു മരം നിൽക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എന്തായാലും പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ കൂടുതൽ പ്രകൃതിയോടൊക്കെ താല്പര്യമുള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് ചെടികൾ വേണം എന്നുള്ളൊരു ഇത് വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അത് പോട്ടിൽ വെക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ചെറിയൊരു പോട്ടിൽ നമ്മളൊരു വൻവൃക്ഷം റെഡിയാക്കി എടുക്കുമ്പോൾ നമുക്ക് അത്രയും ഏരിയ വേണ്ട. കുറച്ച് സ്ഥലത്ത് നമുക്ക് ഒരുപാട് മരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ഇന്ത്യ അല്ലാണ്ട് വിദേശിയായിട്ടുള്ള ചൈനയുടെ ഉണ്ട്, അതുപോലെ ആഫ്രിക്കയുടെ, അങ്ങനെ കുറേ മരങ്ങളുണ്ട്. ബോബാബ് ആഫ്രിക്കയാണ്. 2 അടി മാത്രം വലിപ്പമുള്ള പുളിമരം. ഇതിൻ്റെ പ്രായമാകട്ടെ 28. 15 ഇനത്തിൽപ്പെട്ട ആൽമരങ്ങൾ. അങ്ങനെ ഒരുപാട് വ്യത്യസ്ത മരങ്ങൾ പ്രദീപിൻ്റെ വീട്ടിൽ കണ്ടെത്താം. ബാക്കി ബോബാബ്, പുളി ഇതെല്ലാം ഒരുവിധം പ്രായം 20, 25, 30 വർഷം പ്രായമുള്ള ചെടികളാണ് അതൊക്കെ. പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന സ്ട്രെബുലസ് ആസ്ഫർ എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്, അതുണ്ട്. പിന്നെ മുരായ പാനിക്കുലേറ്റ എന്ന് പറഞ്ഞാൽ മരമുല്ല. ഈ ബോൺസായിക്ക് എന്ന് പറഞ്ഞാൽ 10-12 ദിവസം കൂടുമ്പോൾ, 2 ആഴ്ച കൂടുമ്പോൾ അതിനെ മസ്റ്റായിട്ടും വളം ചെയ്യണം. വേനൽക്കാലത്ത് വെച്ച് മാർച്ച്, ഏപ്രിൽ സമയങ്ങളിൽ നല്ല വേനലായിരിക്കും. 2 നേരം നനച്ചാലേ ഇത് സർവൈവ് ചെയ്ത് പോരുള്ളൂ. ഇല്ലെങ്കിൽ പ്ലാന്റ് കംപ്ലീറ്റ് ഉണങ്ങിപ്പോവും. ഒരു ബോൺസായി മരം പാകമാകാൻ കുറഞ്ഞത് 7 വർഷം വരെ വേണം. വിപണിയിൽ മികച്ച വിലയാണ് ബോൺസായി മരങ്ങൾക്കുള്ളതെങ്കിലും ഒന്നുപോലും വിൽക്കാൻ പ്രദീപ് തയ്യാറല്ല. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. വാർത്ത റിപ്പോർട്ട് ചെയ്ത് ശ്യാം പ്രസാദ് ഉത്തമൻ തന്നെ നമുക്കൊപ്പമുണ്ട്. അദ്ദേഹം അവസാനം ശ്യാം പറഞ്ഞ കാര്യമാണ് എന്നെ അതിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ശ്രദ്ധ ചെലുത്തിയ ഒരു സംഭവം എന്ന് പറയുന്നത്. അതായത് ഇതൊക്കെ ബോൺസായി വൃക്ഷങ്ങൾ തീർക്കുക എന്നതിനപ്പുറത്തേക്ക് അതൊന്നും വിൽക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന പ്രയത്നമൊക്കെ നമുക്കറിയാം. എന്താണ് ഈ ബോൺസായി പ്രേമത്തിൻ്റെ കഥ? എന്താണ്? പക്ഷേ ഈ ബോൺസായിയെക്കുറിച്ച് ഞാൻ അറിയുന്നത് നമ്മുടെ ടെക്നിക്കൽ എഞ്ചിനീയർ ആയിട്ടുള്ള നമ്മുടെ അനൂപ് കൃഷ്ണൻ, അദ്ദേഹം വഴിയാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് ഈ പ്രദീപ് ശർമ്മ. അപ്പോൾ ഈ പ്രദീപ് ശർമ്മ അമ്പലത്തിലെ പൂജാരിയാണ്. അപ്പോൾ ഈ പൂജ കഴിഞ്ഞുള്ള സമയങ്ങളിലൊക്കെയാണ് അദ്ദേഹം വീട്ടിൽ ഈ ബോൺസായി വളർത്തുകയും മറ്റുമൊക്കെ ചെയ്തത്. ഏകദേശം 20-27 വർഷം പ്രായമുള്ള ബോൺസായി മരങ്ങൾ അവിടെ ഉണ്ട്. ഈ ബോൺസായി കൃഷി അല്ലെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് തിരിയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന് ചെറിയ പ്രായത്തിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കൃഷിയോടൊക്കെ വലിയ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പിന്നീട് നടത്താൻ ആ ഒരു ഘട്ടത്തിൽ പറ്റിയില്ല. പിന്നീടാണ് തനിക്ക് എന്തെങ്കിലും ഈ ഒരു മേഖലയിൽ ചെയ്യണം എന്ന ഒരു തോന്നലുണ്ടാക്കുകയും അങ്ങനെ ഈ ബോൺസായി മരങ്ങൾ വീടിനോട് ചേർന്ന് ഏകദേശം 9-9.5 സെൻറ്റ് സ്ഥലമാണ് ആ വീടും സ്ഥലവും കൂടി ഉള്ളത്. വീട് തന്നെ ഏകദേശം അത്യാവശ്യം വലിപ്പമുള്ള വീടാണ്. ആ വീട്ടിൽ ഉള്ള പരിമിതമായ ഇടത്തിലാണ് ഇത്രയധികം ബോൺസായി മരങ്ങൾ. സാധാരണ നമ്മൾ പറയുകയാണെങ്കിൽ ഈ മരങ്ങളൊക്കെ നിൽക്കണമെങ്കിൽ ഏകദേശം ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ വിരഹിച്ച് നിൽക്കേണ്ട മരങ്ങളാണ് ഇവിടെ കുഞ്ഞൻ മരങ്ങളായിട്ട് അവിടെ നിൽക്കുന്നത്. അത് രൂപപ്പെടുത്തിയെടുക്കാൻ വളരെ സമയമെടുക്കും. അത് മെനക്കെട്ടി ഇരിക്കണം. നമ്മൾ ഇരുന്ന് ആ കമ്പിയൊക്കെ ചുറ്റി വളച്ച് അത് അത്രയേറെ പാഷനോട് കൂടി മാത്രമേ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ അത്രയേറെ പാഷനുള്ളതുകൊണ്ടാണ് അദ്ദേഹം സ്നേഹം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു തയ്യാറെടുപ്പ്, അതൊക്കെയാണ് ഇത്തരത്തിലുള്ളൊരു റിസൾട്ട് ഉണ്ടാക്കുന്നത്. അത് വിൽക്കാൻ തയ്യാറാകുന്നില്ല, അത് അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും. ശ്യാമാണ് അതിനെ അദ്ദേഹത്തിനെ പറ്റി ഉള്ള കാര്യങ്ങൾ നമുക്ക് വിവരിച്ചത്.